മൂന്നാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുന്ന നരേന്ദ്രമോദിയുടെ ജനപ്രീതി കഴിഞ്ഞ 6 മാസത്തിനിടെ വൻതോതിൽ ഇടിഞ്ഞതായി സർവേ റിപ്പോർട്ട്. കഴിഞ്ഞ ഫെബ്രുവരിയെ അപേക്ഷിച്ച് 4% മോദിയുടെ ജനപ്രീതിയിൽ ഇടിവ് സംഭവിച്ചത്. ഓഗസ്റ്റിലും ഫെബ്രുവരിയിലും ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ സർവേ റിപ്പോർട്ടുകൾ താരതമ്യം ചെയ്യുമ്പോൾ മോദിയുടെ ജനപ്രീതി 4% ഇടിഞ്ഞതായി കാണുന്നു. ഫെബ്രുവരിയിലെ മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ 62% പേർ മോദിയുടെ പ്രകടനം മികച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ 6 മാസത്തിനിപ്പുറം ഓഗസ്റ്റിൽ അത് 58% ഇടിഞ്ഞു. NDA സർക്കാരിന്റെ ആകെ പ്രകടനത്തിലും 10% ഇടിവുണ്ടായിട്ടുണ്ട്. അതായത് മോദി 3ാം തവണയും അധികാരം കൈയാളുന്നുണ്ട് എങ്കിലും ജനങ്ങളിൽ കാര്യമായ തൃപ്തി വരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് വ്യക്തം. സർക്കാർ തന്നെയും ജനഹിതമായി പ്രവർത്തിക്കുന്നതിൽ പരാജയമാണ് എന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. 2025 ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 14 വരെയുള്ള 1.5 മാസ കാലമായിരുന്നു സർവേ നടന്നത്. രാജ്യത്തെ മുഴുവൻ ലോക്സഭാ സീറ്റുകളിലുമായി 54,788 ആളുകളിലായിരുന്നു അഭിപ്രായ രൂപീകരണം. ഇതിനു പുറമെ സീ വോട്ടറുടെ റെഗുലർ ട്രാക്കർ ഡാറ്റ അനലൈസ് ചെയ്ത് 1,52,038 ആളുകളുടെയും അഭിപ്രായങ്ങൾ സമാഹരിച്ചു. അങ്ങനെ 2,06,826 പേരിലായിരുന്നു സർവേ. അതിൽ ഓഗസ്റ്റ് മാസം വരെയുള്ള കണക്ക് പ്രകാരം 58% പേരും മോദിയുടെ പ്രകടനം മികച്ചതാണ് എന്ന് വിലയിരുത്തുന്നു. എന്നാൽ 6 മാസം മുൻപ് ഫെബ്രുവരിയിൽ നടന്ന സർവേയിൽ 62% ആളുകൾ മോദി ഭരണം മികച്ചത് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതാണ് ഫെബ്രുവരിയിൽ നിന്ന് ഓഗസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒറ്റയടിക്ക് 4% ഇടിഞ്ഞ് 58%ത്തിലേക്ക് എത്തുന്നത്. മൂന്നാം വരവിൽ മോദിയുടെ പ്രകടനം വളരെ മികച്ചതാണ് എന്ന് 34.2% ആളുകൾ അഭിപ്രായപ്പെട്ടപ്പോൾ 23.8% ആളുകൾ നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടു. അതേസമയം ഫെബ്രുവരിയിൽ വളരെ മികച്ചതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് 36.1% ആളുകളാണ് എന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത്. 12.7% ആളുകളുടെ അഭിപ്രായത്തിൽ മോദിയുടെ പ്രകടനം ശരാശരിയാണ്. 12.6% പേർ മോശം പ്രകടനമാണ് മോദിയുടേതെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 13.8% പേരും വളരെ മോശമെന്നാണ് മോദിയുടെ പ്രകടനത്തെ വിലയിരുത്തിയത്. NDA സർക്കാരിന്റെ പ്രകടനത്തിലും വലിയ ഇടിവുണ്ടായി എന്നും സർവേ വിലയിരുത്തുന്നു. 6 മാസത്തിനിടെ NDA സർക്കാരിന്റെ ജനപ്രീതി 10%-നടുത്താണ് ഇടിഞ്ഞത്. ഓഗസ്റ്റിലെ സർവേയിൽ 52.4% ആളുകളാണ് NDAയുടെ പ്രകടനം മികച്ചതാണ് എന്ന് വിലയിരുത്തിയത്. ഫെബ്രുവരിയിൽ ഇത് 62.1% 6 മാസത്തിനിടെ രേഖപ്പെടുത്തിയത് 10%-ന്റെ കുറവ്. 2.7% പേർ സർക്കാരിന്റെ പ്രകടനത്തിൽ തീർത്തും അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. അതൃപ്തി രേഖപ്പെടുത്തിയവരുടെ എണ്ണം ഫെബ്രുവരിയിലും ഓഗസ്റ്റിലും ഒരുപോലെ തുടരുന്നതും കണക്കുകളിൽ കാണുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കണക്ക് സർക്കാരിനെ കുറിച്ച് ഒരു അഭിപ്രായം പോലും പറയാനില്ലാത്തവരുടേതാണ്. ഓഗസ്റ്റിൽ 15.3% പേരും സർക്കാരിനെ കുറിച്ച് അഭിപ്രായം പറയാനില്ല എന്ന് വ്യക്തമാക്കി. ഫെബ്രുവരിയിൽ ഇത് 8.6%. ഏകദേശം ഇരട്ടിക്കടുത്താണ് വർധനവ്. ഇന്ത്യ ടുഡേ സീ വോട്ടർ നടത്തിയ ഈ സർവേ കൂട്ടിക്കെട്ടേണ്ടത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ളയോടാണ്. ജനപിന്തുണ കുറഞ്ഞു വരുമ്പോഴും BJP തുടർച്ചയായി എങ്ങനെ അധികാരത്തിൽ കയറിപ്പറ്റുന്നു എന്നതിനുള്ള ഉത്തരം അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഹുൽ ഗാന്ധിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ചാലും ഇക്കാര്യം മനസ്സിലാകും. അധികാരം കൈയാളുന്ന BJPയേക്കാൾ വോട്ട് പങ്കാളിത്തം കൂടുതലാണ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഇന്ത്യ സഖ്യത്തിനും. അതായത് രാജ്യത്തെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും NDAയോ മോദിയെയോ അംഗീകരിക്കുന്നില്ല എന്ന് സാരം. സീറ്റുകളുടെ എണ്ണം കൊണ്ട് മാത്രമാണ് BJP രാജ്യം ഭരിക്കുന്നത്.